ഗുഡ് മോർണിംഗ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ചില ആഴ്ചകളായിട്ട് നമ്മുടെ ഓരോ ടോപ്പിക്സ് സീരീസായിട്ട് എടുത്ത് ഷെയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചില ആഴ്ചകൾ അങ്ങനെ ഒരു ടോപ്പിക് ഇല്ലാതെ പ്രസംഗിക്കുന്ന ഓരോരുത്തരും അവർ തന്നെയായിട്ട് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് പ്രസംഗിക്കുമായിരുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾ. ഇത് കഴിഞ്ഞിട്ട് ഇനിയും നമ്മുടെ ഓരോ സീരീസിലോട്ട് മടങ്ങിപ്പോകുന്നതായിരിക്കും. 1 കൊരിന്ത്യർ നമ്മളൊരു സീരീസായിട്ട് കുറേ മാസങ്ങൾ നമ്മളത് പഠിച്ചായിരുന്നു. അതിൽ നിന്ന് ഒരു വാക്യത്തെ കേന്ദ്രീകരിച്ച് പ്രത്യേകമായിട്ടൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. 1 കൊരിന്ത്യർ അതിൻ്റെ 15-ാം അധ്യായത്തിൽ. നല്ലത് വായിക്കുന്നതിന് മുമ്പേ ഞാൻ പല സ്ഥലങ്ങളിലും പോയി സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോകുന്ന സമയങ്ങളിൽ പല കാര്യം ഞങ്ങൾ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും ഉള്ളൊരു ചോദ്യം, നിങ്ങൾ ആരാ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്തിന് നിങ്ങൾ വന്നിരിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്ഥിരം വരാതുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ ആരാന്നുള്ളൊരു ഐഡൻറ്റിറ്റി, അവരുടെ വ്യക്തിത്വം ആരംഭിക്കുന്നത് അവരുടെ കുടുംബം സെൻറ്റേർഡാണ്. അച്ഛനും അമ്മയുണ്ട്, അല്ല ആങ്ങളുണ്ട്, പെങ്ങളുണ്ട്, അത് അവരുടെ ലോകം, അത് സെൻറ്റേർഡാണ് അവരുടെ പെർസ്പെക്റ്റീവ്സ്. അമ്മയും അപ്പനും ഇല്ലാതെ വളരുന്ന കുഞ്ഞുങ്ങൾ അത് വേറെ ഒരു രീതിയിലാണ് അവരുടെ വ്യക്തിത്വം ഡെവലപ്പ് ആകുന്നത്. അമ്മയും അപ്പനും ഇല്ലാതെ, ഒരു സംരക്ഷണമില്ലാതെ വഴിയിൽ അലഞ്ഞ് അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരെക്കുറിച്ച് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, ഒരു വ്യക്തിത്വം. ചിലരോട് അവരെക്കുറിച്ച് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ഇങ്ങനല്ല അങ്ങനല്ല. ചിലർ പറയും ഞങ്ങൾ അവരെ പോലല്ല ഇവരെ പോലല്ല, ഇങ്ങനെയൊക്കെ പറയും. എന്നാലും ചോദിച്ചതൊന്നുമല്ല, നിങ്ങൾ ആരെപ്പോലല്ല എന്നല്ല ചോദിച്ചത് നിങ്ങൾ ആരാന്ന് ചോദിച്ചത്. എന്നാലും നിങ്ങൾ ആരാ എന്നുള്ള ഡെഫിനിഷൻ പലപ്പോഴും ഇവരെ പോലല്ല അവരെ പോലല്ല, ഇങ്ങനല്ല അങ്ങനല്ല. ചിലർ പറയാറുണ്ട് ഞങ്ങൾ നിങ്ങളെപ്പോലല്ല, നിങ്ങൾക്ക് ഇതുണ്ട് അതുണ്ട് ഇതുണ്ട് ഇതുണ്ട്, ഞങ്ങൾക്ക് ഇതൊന്നും ഉള്ളവരല്ല. പല രീതിയിലുള്ള ഐഡൻറ്റിറ്റി. നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 8 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളും ശ്രദ്ധിക്കാം. താങ്ക് യു. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് ദൈവസഭയ്ക്ക് എതിരെ പ്രവർത്തിച്ച് ഈ ഒരു മാർഗം എങ്ങനെങ്കിലും ഇവിടെ തീരണം, ഇത് നശിക്കണം, ഇതിനു വേണ്ടി നിൽക്കുന്ന ആരൊക്കെയുണ്ടോ അവരെ എതിർക്കണം, അവരെ പീഡിപ്പിക്കണം, അവരെ കൊല്ലണം, അങ്ങനെ ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ആ ചരിത്രം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞേക്കാം. അദ്ദേഹം ഒരു സമയത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ഉള്ള വ്യക്തികളെ അറസ്റ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള വ്യക്തികളെ
കൊല്ലാനും വേണ്ടിയുള്ള അധികാരപത്രം കൈവച്ചുകൊണ്ട് യാത്ര ചെയ്യുക. വളരെ അധികാരമുള്ള ഒരു വ്യക്തിയാണ്, വളരെ സ്ഥാനവും പൊസിഷനും ഉള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു പ്രകാശം കണ്ട് അദ്ദേഹം അവിടെ മറിഞ്ഞു വീണ് ഒരു ശബ്ദം കേട്ടു. ശൗലേ, ശൗലേ എന്ന് വിളിക്കുന്നൊരു ശബ്ദം. നീ എന്തിന് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കണ്ണ് കാണാനും വയ്യ. കർത്താവേ, നീ ആരാ എന്ന് ചോദിക്കുന്നു. യേശു ക്രിസ്തു ഇദ്ദേഹത്തിന് വെളിപ്പെട്ട് വളരെ ക്ലിയറായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തം മാറി. യേശുവിൽ വിശ്വസിച്ചിരുന്നവരെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തി ഈ യേശുവിൻ്റെ നാമം പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയായിരുന്നു. പല വ്യക്തികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് പല വ്യക്തികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എങ്ങനെ ഇതുപോലെ ആയിത്തീർന്നതെന്ന് എനിക്കൊരു പിടിയില്ല. പല വ്യക്തികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തന്നെ അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ, ഞാൻ ഇങ്ങനെ ആയിത്തീർന്നു എന്ന് എനിക്ക് എന്നെ വിശ്വസിക്കാൻ വയ്യ എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇടയ്ക്ക് എന്നോട് ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, എനിക്ക് എന്നെ മനസ്സിലാകുന്നില്ല, എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത്, ഇങ്ങനെ ആകേണ്ട ഒരു വ്യക്തിയല്ല, എന്നാലും എങ്ങനോ യേശു എന്നെ ഒന്ന് സ്പർശിച്ചു, എങ്ങനോ ഈ യേശുവിൻ്റെ സ്നേഹം എന്നെ കയറി പിടിച്ചു. അത് മുഖാന്തരം മൊത്തമായിട്ട് എനിക്കൊരു മാറ്റം വന്നു. ഇവിടെ നമ്മൾ വായിച്ച് കേട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന 3 കാര്യം ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോസ്തലനായ പൗലോസ് മനസ്സിലായി, ദൈവത്തിൻ്റെ കൃപയാലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ എല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണെന്ന്. ദൈവത്തിൻ്റെ എതിരെ പ്രവർത്തിച്ച് ഇരുന്ന ഒരു വ്യക്തിയെ ദൈവം മാറ്റിയെടുത്ത് അനേകർക്ക് അത്ഭുതമായിരുന്നു. ആക്ച്വലി അപ്പോസ്തലനായ പൗലോസ്, അപ്പോസ്തല പ്രവൃത്തി നമ്മളിത് വായിക്കാം. പൗലോസ് ദൈവത്തെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടും യെരുശലേമിലുള്ള ദൈവമക്കൾക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പാടായിരുന്നു. അദ്ദേഹത്തെ എന്നിട്ടും ഭയമായിരുന്നു, അദ്ദേഹത്തോട് അടുക്കാൻ പേടിയായിരുന്നു. ബർന്നബാസ് എന്ന് പറഞ്ഞ ദൈവദാസനായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുപോയി ബാക്കിയുള്ള ശിഷ്യന്മാരോട് എല്ലാം പരിചയപ്പെടുത്തി. ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഇദ്ദേഹം നമ്മുടെ ഒരു സഹോദരനായിത്തീർന്നു. യേശുവിനെ കണ്ടു, യേശു അദ്ദേഹത്തിന് വെളിപ്പെട്ടു, ഇദ്ദേഹത്തിനൊരു മാറ്റം വന്നു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബാക്കിയുള്ള വിശ്വാസികളെ പരിചയപ്പെടുത്തിയത് ബർന്നബാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അതുപോലെ സഭയെ പീഡിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. എല്ലാവർക്കും ഭയമായിരുന്നു അദ്ദേഹത്തെ. എന്നാലും കംപ്ലീറ്റ് ഒരു യു ടേൺ എടുത്ത് പുള്ളിയെ മാറ്റിയെടുത്തു ദൈവം. അപ്പം അപ്പോസ്തലൻ പൗലോസ് കൃപയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുക, എന്നാലും കൃപയാലാണ് ഞാൻ അനുഭവിച്ചിരിക്കുന്നത്. അതിൽ 3 കാര്യങ്ങൾ. 1, ഗ്രേസ് പ്രൊവൈഡ്സ് ഐഡൻറ്റിറ്റി. കൃപയിലൂടെ നമ്മുടെ വ്യക്തിത്വം, ഗ്രേസ് പ്രൊവൈഡ്സ് ഐഡൻറ്റിറ്റി. അവിടെ പറഞ്ഞ് 10-ാം വാക്യത്തിൽ വായിക്കാമോ? ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ ആം വാട്ട് ഐ ആം. ഇങ്ങനെ 10 മലയാളത്തിൽ, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. അത് മതി. ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. By the grace of God, I am what I am. നിങ്ങൾ ആര്? ഞാൻ ആര്? ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ കുടുംബമാണ് അവരുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അവരുടെ ഒരു ബേസിസ് പോയിന്റ്. അതിൽ നിന്നാണ് ബാക്കി എല്ലാ ലോകത്തിലുള്ള ബാക്കി മനുഷ്യരെല്ലാവരും മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആരാ? പൗലോസ് പറഞ്ഞു, ഞാൻ ആകുന്ന വ്യക്തി ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് ക്ലിയറായിട്ട് എടുത്ത് പറഞ്ഞു. പൗലോസിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഒരു പാപിയായ മനുഷ്യൻ യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടു. ആ പാപത്തിൽ നിന്ന് മാറി
നിത്യജീവനിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന ഒരു വ്യക്തി ഈ അതേ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി പീഡിപ്പിക്കാൻ റെഡിയായി, നിന്ന സഹിക്കാൻ റെഡിയായി. ഒരു സമയത്ത് അവർ കല്ലെറിഞ്ഞ് അപ്പോസ്തലനായ പൗലോസിനെ കല്ലെറിഞ്ഞ് ഉപദ്രവിച്ച് അവർ വിചാരിച്ചു അദ്ദേഹം മരിച്ചു പോയെന്ന്, ഡെഡ് ബോഡി കൊണ്ടിരുന്ന പോലെ വെളിയിൽ കൊണ്ട് എറിഞ്ഞിട്ട് പോയി. അതുപോലുള്ള അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യം വന്നു എന്ന് തോന്നിയപ്പോഴെന്ത് ചെയ്തു? അദ്ദേഹം എഴുന്നേറ്റ് തിരിച്ച് അതേ പട്ടണത്തിൽ തന്നെ മടങ്ങി ചെന്നിട്ട് യേശുവിനെ സാക്ഷീകരിക്കാൻ നടന്നു. അത്രയും കല്ലേറ് കെട്ടിയിട്ട് തല്ലി കെട്ടിയിട്ട് ഒരു വിഷയമേ അല്ല. ഇതെന്തോ ജീവിതമാ, ഇതെന്തോ വ്യക്തിത്വമാ. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു. സ്തോത്രം. For me to live is Christ and to die is gain. ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി, മരിക്കുവാണെങ്കിലോ അതെനിക്ക് ലാഭം. അങ്ങനത്തെ ഒരു മനോഭാവം. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി ഭാരപ്പെടുക. ഇതെങ്ങനായിത്തീരും, അതെങ്ങനായിത്തീരും, എൻ്റെ ഭാവി എങ്ങനായിത്തീരും, കുഞ്ഞുങ്ങളെങ്ങനായിത്തീരും, എൻ്റെ ആരോഗ്യം എങ്ങനായിത്തീരും, ഇവിടെ ഒരു വേദനയുണ്ടല്ലോ, അവിടെ ഒരു വേദനയുണ്ടല്ലോ, ഇവിടെ ഒരു വേദനയുണ്ട്, എനിക്കൊരു സംശയം, ഇന്നാർക്കും ഇവിടെ ഒരു വേദന വന്നപ്പോൾ ഇവിടെ വേദന വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു. ഇതൊക്കെ നമ്മൾ പിന്നെ ഒരു വേദനയുടെ കാര്യം ചിലരോട് പറഞ്ഞ് അവർ പറയും, എനിക്കൊരാളെ അറിയാമല്ലോ, പുള്ളിക്ക് അവിടെ വേദന വന്നു, ക്യാൻസറായി മരിച്ചു പോയി കേട്ടോ. ഇങ്ങനെയൊക്കെ പരിജ്ഞാനമില്ലാത്ത സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. പലതേക്കുറിച്ചും നമ്മൾ ഭാരപ്പെടുന്നു, ഭയപ്പെടുന്നു. പൗലോസ് അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. ഞാനാകുന്നത് ക്രിസ്തുവിൽ തന്നെ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒരു കൊലപാതകയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ജീവൻ യേശുവിനോട് കൊടുക്കാൻ റെഡിയായി. ബൈബിളിൽ ഇവരാരും മരിച്ചതിനെക്കുറിച്ചുള്ള അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. എന്നാലും ചരിത്രത്തിൽ നമുക്കറിയാം, അപ്പോസ്തലൻ പൗലോസിനെ അവർ ക്രൂശീകരിക്കാൻ പോവായിരുന്നു. ഇങ്ങനെ പത്രോസിൻ്റെ ആയിരുന്നു. ഇങ്ങനെ ഓരോ വ്യക്തികളും കർത്താവിന് വേണ്ടി അവരുടെ ജീവൻ കൊടുത്ത് അതിലെ ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. എല്ലാം നേടി യഹൂദ മതത്തിലും യെരുശലേമിലും വളരെ പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റാറ്റസിൽ നിന്നൊരു വ്യക്തി അതെല്ലാം മാറ്റിവെച്ചു. ഇതെല്ലാം ഞാൻ ചപ്പും ചവറും എന്നെണ്ണുന്നു. ചിന്തിച്ചു നോക്കണം. മനുഷ്യർ അദ്ദേഹത്തെ നോക്കുമ്പോൾ അവർ പറയും അതിനൊരു പ്രശ്നം ഉണ്ടായെന്നേ പറയത്തുള്ളൂ. കാരണം സമൂഹം മുഴുവനും വളരെ കാര്യമായിട്ട്, സമൂഹം മുഴുവനും വളരെ പ്രാധാന്യം കൊടുത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് ചപ്പും ചവറുമായിട്ട് എണ്ണുന്നു. ഈ ജീവിതത്തിനപ്പുറം ഒരു നിത്യതയുണ്ട്, അതിലേക്ക് ഞാൻ നോക്കുന്നു. ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചപ്പും ചവറും എന്ന് എണ്ണുന്നു എന്ന് പറയുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടെ അത് മനസ്സിലായി. നമുക്കറിയാമല്ലോ, ഒരു കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം ജീവിക്കാനും എളുപ്പമാണ്. എന്നാലും പൗലോസ് അങ്ങനെ അല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ, പ്രസംഗിക്കുന്ന കാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടെ കാണിച്ചു. ഈ ഭൂമിയിലുള്ള ഏതൊക്കെ മാന്യതയുണ്ടോ, ഈ ഭൂമിയിൽ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, അതെല്ലാം ചപ്പും ചവറും എണ്ണുന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം ജീവിച്ചു. എന്നാലും ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യണ്ടായോ? അതിനുവേണ്ടി ഉത്തരവാദിത്വം എടുക്കണ്ടായോ? ഞാൻ തന്നെ ഒരു സംരക്ഷണം ഇല്ല. ഇതെല്ലാം കർത്താവ് നമ്മളെ നടത്തും എന്നുള്ള, കർത്താവ് നമ്മുടെ ഭാവി കരുതും എന്നുള്ളൊരു ഉറപ്പും ധൈര്യം നമ്മുടെ ഉള്ളിൽ അത്യാവശ്യമാണ്. അതാ പൗലോസിനുണ്ടായത്. ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. റോമലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ. അപ്പോസ്തലൻ പൗലോസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. റോമർ 5 അതിൻ്റെ 6 തൊട്ട് 8 വരെ.
നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. നീതിമാന്മാർക്ക് വേണ്ടി വേണമെങ്കിൽ ചിലപ്പം നടക്കുമായിരിക്കും. എന്നാലും ക്രിസ്തുവോ നാം പാപികളായിരുന്നപ്പോൾ തന്നെ അല്ലേ നമുക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തു പറഞ്ഞില്ല നിങ്ങളുടെ ജീവിതമെല്ലാം ശരിയാക്കിയിട്ട് വാ, പിന്നെ ഞാൻ ആലോചിക്കാം. അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ. അത് പൗലോസ് മനസ്സിലാക്കി. ഒരു അർഹതയില്ലാത്ത ഒരു വ്യക്തി, ക്രിസ്തുവിനെതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തി ദൈവത്തിൻ്റെ കരുണ കാണിച്ചു, ദൈവത്തിൻ്റെ സ്നേഹം കാണിച്ചു, ഇങ്ങനെ വന്ന് ഒരു രൂപാന്തരം ചെയ്തത് ഇതാ എടുത്ത് പറയുന്നത്, അത് ഓർപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ഗ്രേസ് പ്രൊവൈഡ്സ് ഐഡൻറ്റിറ്റി, കൃപയിലൂടെ നമ്മുടെ വ്യക്തിത്വം കൃപയിലൂടെ. രണ്ടാമത് ഗ്രേസ് ഇസ് പ്രൊഡക്റ്റീവ്, കൃപയിലൂടെ പ്രവൃത്തി. ഗ്രേസ് ഇസ് പ്രൊഡക്റ്റീവ്, കൃപയിലൂടെ പ്രവൃത്തി. 10-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 1 കൊരിന്ത്യർ 15:10. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. കണ്ടോ, അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. മറ്റ് അപ്പോസ്തലന്മാർ, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച അനേകരുണ്ടായിരുന്ന ആ കാലങ്ങളിൽ, അവരെക്കാട്ടിലും കൂടുതൽ ഞാൻ അധ്വാനിച്ചു എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ ഉണ്ടായിരുന്നത് അത് വെറുതെ അല്ല. ആ കൃപ മുഖാന്തരം എന്ത് ചെയ്തു? ഞാൻ മറ്റുള്ളവരെക്കാട്ടിൽ കൂടുതൽ ഞാൻ അധ്വാനിച്ചു. എന്തുകൊണ്ടായിരിക്കും പൗലോസ് ഇങ്ങനെ അധ്വാനിച്ചത്? ഒന്ന് ചിന്തിച്ചു നോക്കാമോ? ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള നന്ദി, ദൈവത്തോടുള്ള സ്നേഹം, ഇത്രയും കൊള്ളരുതാത്ത എന്നെ ദൈവം സ്നേഹിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി ഞാൻ കൊടുത്തേക്കാം. എൻ്റെ ജീവിതം അതിന് ഞാൻ വാല്യൂ കൊടുക്കുന്നില്ല, വില കൊടുക്കുന്നില്ല. കാരണം കർത്താവ് എന്നെ രക്ഷിച്ചു. ആ ദൈവത്തിൻ്റെ സ്നേഹം അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് കർത്താവിന് വേണ്ടി എത്രയും കർത്താവിനെ എതിർത്തിട്ടുണ്ടോ അതുപോലെ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിച്ചൊരു വ്യക്തി. ഗ്രേസ് ഈസ് പ്രൊഡക്റ്റീവ്. കരുണ കാണിച്ചത് മുഖാന്തരം അദ്ദേഹത്തിൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് പ്രൊഡക്റ്റീവായിട്ട് ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ ചിന്തിക്കും കരുണ കാണിച്ചിട്ട് വലിയ കാര്യമില്ല, ഇച്ചിരി റഫായിട്ടൊക്കെ ഇടപെട്ടേ പറ്റൂ, നിൽക്കേണ്ട അവിടെ നമ്മൾ നിർത്തണം, പിടിച്ചു നിർത്തണം, പറഞ്ഞ് ശരിയാക്കണം അവരെ എന്നൊക്കെ ചിന്തിക്കും. എന്നാലും അങ്ങനല്ല. പൗലോസിൻ്റെ ജീവിതത്തിൽ ആ കൃപ മുഖാന്തരം കൂടുതൽ പ്രൊഡക്റ്റീവായി, കൂടുതൽ അധ്വാനിക്കാനിടയായിത്തീർന്നു. കാരണം ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട്. എന്നാലും ചിലർ പറയും അങ്ങനല്ല, ഞാൻ അധ്വാനിച്ചുകൊണ്ടാ, ഞാൻ കഷ്ടപ്പെട്ടതുകൊണ്ടാ, ഞാൻ നേടിയെടുത്തതാ, ഞാൻ പ്രാപിച്ചെടുത്തതാ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ഞാൻ എന്നുള്ള ചിന്ത പലരുടെ ഉള്ളിലുണ്ട്. പൗലോസ് അങ്ങനെ ചിന്തിക്കുന്നില്ല. പൗലോസ് പറയുന്നത് എന്തുവാ? കൃപയാൽ മാത്രമാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതും കൃപയാൽ മാത്രം. ആ കൃപ മുഖാന്തരം പ്രവർത്തിച്ചു. നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുക, നമ്മൾ കൃപ ലഭിച്ചതുകൊണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, മറ്റുള്ളവരെ കരുതുന്നത്, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത്, മറ്റുള്ളവരെ പൊറുക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നതും കേൾക്കുന്നതിനും എല്ലാത്തിനും പ്രതികരിക്കാതിരിക്കുന്നത്,
ചിലർ പറയും തിരിച്ചു രണ്ട് പറയണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ഒന്നും ചെയ്യാതിരിക്കുന്നത്. കർത്താവ് എന്നോട് കരുണ കാണിച്ചു, കർത്താവ് എന്നോട് കൃപ നൽകി, കൃപയാൽ എന്നോട് ഇടപെട്ടു. അങ്ങനാണെങ്കിൽ യേശുവിനെ പോലുള്ളൊരു ജീവിതം എനിക്ക് ജീവിച്ചേ പറ്റൂ. ഈ സമൂഹം എന്ത് ചിന്തിച്ചാലും, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും, ഒരു ഭോഷനാന്ന് പറഞ്ഞാലും, ഒരു പൊട്ടനാന്ന് പറഞ്ഞാലും, ഒരു വിവരമില്ലാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞാലും സാരമില്ല. അതൊന്നും നമ്മൾ വില കൊടുക്കാൻ പോകണ്ട. കർത്താവ് എന്നെ സ്നേഹിച്ചു. ആ യേശുവിൻ്റെ സ്നേഹം മുഖാന്തരം, ആ യേശുവിൻ്റെ സ്നേഹം എന്നെ പിടിച്ചു. അത് മുഖാന്തരം ഞാൻ യേശുവിനെ പോലെ ജീവിച്ചോളാം. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണമെന്നൊന്നുമില്ല. സ്തോത്രം. സമൂഹത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ആരും വളരെ പ്രാധാന്യമുള്ള പൊസിഷനിലൊന്നും എത്തിയില്ല. ആരും അവർക്ക് വില കൊടുത്തില്ല. ഓർത്തോണം. നമ്മൾ ചിന്തിക്കും, കർത്താവിന് വേണ്ടി ഞാൻ ഇത്രയും പ്രവർത്തിച്ചു, ഇത്രയും ജീവിച്ചു. ഇല്ല. അതുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കണ്ട. പ്രത്യേകിച്ച് ഈ ലോകത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട. മനുഷ്യരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട. സ്തോത്രം. മനുഷ്യർ നൽകാനൊക്കുന്ന പ്രാധാന്യം, അല്ലെങ്കിൽ മനുഷ്യർ നൽകാനൊക്കുന്ന സ്ഥാനങ്ങൾ, അതൊന്നും വില കൊടുക്കണ്ട. കൃപയാൽ മാത്രം. ആ കൃപ മുഖാന്തരം എന്ത് ചെയ്തു? അദ്ദേഹം പ്രവർത്തിച്ചു. ദൈവത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു. കൃപയാൽ രക്ഷിക്കപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കൃപയാൽ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? കൃപയാൽ ഇപ്പോഴും പാപം ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ പാപക്ഷമ നമ്മൾ അല്ലയോ? സ്തോത്രം. അതുമാത്രം മാത്രമല്ലയോ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കുന്നത്? പുറമോട്ടൊന്ന് നോക്കാമോ? 10, 20, 30 വർഷം പുറമോട്ട്, 40 വർഷം പുറമോട്ട്, 50 വർഷം പുറമോട്ട് ഒന്ന് നോക്കാമോ? ദൈവത്തിൻ്റെ കൃപ മാത്രമല്ലയോ നമ്മളെ ഇത്രയും കൊണ്ടുവന്നത്? മുന്നോട്ട് നോക്കുമ്പോഴും ഭാവിയിലോട്ട് നോക്കുമ്പോൾ എന്തുവാ പ്രതീക്ഷിക്കാനുള്ളത്? പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ദൈവം ഇത്ര നാളും കൃപയാൽ നടത്തിയെങ്കിൽ ഇനിയും ദൈവം കൃപയാൽ നടത്തും എന്നൊരു ഉറപ്പ്. അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു, കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നു, കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. സ്തോത്രം. അതാ പൗലോസ് മനസ്സിലാക്കി. അപ്പോൾ 2 കാര്യം പറഞ്ഞില്ലേ? ഗ്രേസ് പ്രൊവൈഡ്സ് ഐഡൻറ്റിറ്റി. നമ്മുടെ വ്യക്തിത്വം കൃപയാണ്. നമ്മൾ ആരാ? നിങ്ങളാരാ? കൃപ ലഭിച്ചവരാ. സ്തോത്രം. യേശുവിൻ്റെ കൃപ ലഭിച്ചവരാ, യേശുവിൻ്റെ സ്നേഹം ലഭിച്ചവരാ, യേശു തന്ന ആ പാപക്ഷമ ലഭിച്ച വ്യക്തിയാ. അത്രേ ഉള്ളൂ. വേറെ ഒന്നും ജീവിതത്തിൽ കിട്ടിയില്ലെങ്കിലും. ഏകദേശം ഒരു 10-12 വർഷം മുമ്പേ ഞാൻ 50 വയസ്സിനോട് അടുത്ത് വന്നപ്പോൾ, 50 ഒരു മാജിക് നമ്പറാണ്. എനിക്കറിയാം 60-നെക്കുറിച്ചൊക്കെ വലിയ കാര്യമായിട്ട് ആൾക്കാർ പറഞ്ഞാലും 50 ഒരു പ്രത്യേക നമ്പറാണ്. ഒരു ഹാഫ് സെഞ്ച്വറി മാർക്ക്. എനിക്ക് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ടായി 50 വയസ്സായപ്പോഴത്തേക്ക്. ചിലർ അതിനെക്കുറിച്ച് പറയും എന്തോ മിഡ് ലൈഫ് ക്രൈസിസോ എന്നൊക്കെ ഓരോരുത്തർ പറയാറുണ്ട്. അത് 40 50 എനിക്കറിയത്തില്ല. എപ്പോഴോ ഒരു ക്രൈസിസ്. എൻ്റെ ജീവിതം എന്തുമായിരുന്നു? ഇത്ര നാൾ എന്തുവാ ഞാൻ ചെയ്തത്? എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഞാൻ ഈ ഭൂമിയിൽ. ഒരു പിതാവ് മകനോട് വഴക്ക് പറഞ്ഞു, എടാ നീ ഭൂമിക്ക് ഭാരതനായി ഉണ്ടായെന്നാ പറഞ്ഞ. അപ്പം ഞാൻ ആ വാക്ക് എന്നോടല്ല പറഞ്ഞത്, എന്നാലും ആ വാക്ക് ഞാൻ ഓർത്തിട്ട് ഞാൻ ഓർത്തിൻ്റെ ദൈവമേ, ഞാൻ എന്തുവാ ഈ ഭൂമിയിൽ എന്ത് ചെയ്തു? എന്തോ അധ്വാനിച്ചു, അല്ലെങ്കിൽ എന്തോ പ്രയോജനം ചെയ്തു മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും ആയോ? ഒരു ക്രൈസിസ് എന്ന് തന്നെ പറയാം. ഒരു സ്ട്രഗിളായിരുന്നു. എന്നാലും ആ സമയത്തൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ എപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ പൈതലായിരിക്കും. എന്ത് ചെയ്താലും ചെയ്തില്ലേലും, വലിയ ചെയ്താലും ചെറു ചെയ്താലും, ഒന്നും ചെയ്യാൻ ഒത്തില്ലേലും, ഒരു കഴിവില്ലാത്ത വ്യക്തിയാണേലും ആ ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും എനിക്കുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിന് അളവൊന്നുമില്ല കേട്ടോ. ദൈവത്തിൻ്റെ സ്നേഹം തരുമ്പം പൂർണ്ണമായിട്ട് നമ്മളെ അങ്ങ് സ്നേഹിക്കുന്നത്. കാരണം എങ്ങനെയാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്? തൻ്റെ ജീവൻ നമുക്ക് തന്നില്ലയോ? അതിനെക്കാട്ടിലും വേറെ അളവ് വല്ലതും ഉണ്ടോ?
ജീവൻ എനിക്ക് വേണ്ടി തന്ന് മരിച്ച ക്രിസ്തുവാ. അപ്പം ആ ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. ഇത്ര നാളും സ്നേഹിച്ചു, ഇപ്പോഴും സ്നേഹിക്കുന്നു, നാളെയും സ്നേഹിക്കും. ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലാ, ശ്രദ്ധിച്ചോണേ, ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലാ കർത്താവ് എന്നെ ഇച്ചൂടെ സ്നേഹിക്കാൻ നോക്കുന്നു? എപ്പോഴും സ്നേഹിക്കാൻ നോക്കുന്നതിന് മാക്സിമം സ്നേഹിച്ചു കഴിഞ്ഞു, ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടല്ലയോ ജീവൻ എനിക്ക് വേണ്ടി നൽകി തന്നത്. സ്തോത്രം. എൻ്റെ ജീവിതം കൊണ്ട് എന്തുവായിത്തീർന്നു, എന്ത് ചെയ്തു? ആ 2-3 വർഷം ഞാൻ ഈ ചോദ്യം, ഈ ചിന്തകൾ ഞാൻ ചിന്തിക്കുകയും സ്ട്രഗിൾ ചെയ്യുകയും അതിനെക്കുറിച്ച് കുറേ എൻ്റെ ചിന്തകളൊക്കെ എഴുതുകയും എൻ്റെ റിഫ്ലക്ഷൻ എഴുതുകയൊക്കെ ചെയ്ത് എല്ലാം എൻ്റെ ബ്ലോഗിനകത്തുണ്ട്. അതെല്ലാം ചെയ്ത് ഞാൻ വളരെ കാര്യമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ദൈവശബ്ദം കേൾക്കാനും ഞാനത് മനസ്സിലാക്കിയ ഇതേ ഉള്ളൂ. കർത്താവ് എന്നെ എപ്പോഴും സ്നേഹിക്കാൻ ഒക്കുന്നതിന് മാക്സിമം സ്നേഹിച്ചു കഴിഞ്ഞു. ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഫുൾ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഞാൻ ഒന്നും ചെയ്തില്ലേലും എനിക്ക് കിട്ടാനുള്ള എല്ലാം കിട്ടി. ഈ ലോകത്തിലുള്ള കാര്യങ്ങളോ ഇതെല്ലാം താൽക്കാലികമല്ലയോ? ഇത് കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം ഇട്ടിട്ട് വീട്ടിൽ പോകേണ്ടി വരിക. അതുകൊണ്ട് ഇത് അങ്ങനെ വാല്യൂ കൊടുക്കണ്ട. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞ ഇതെല്ലാം ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം ചപ്പും ചവറും എണ്ണുന്നതിന് കാരണം ഇതെല്ലാം ഇട്ടിട്ട് പോകാനുള്ളതാണ്, ഒന്നും നിലനിൽക്കാൻ പോകുന്നതല്ല. അത് മനസ്സിലാക്കി. അപ്പം 2 കാര്യങ്ങളെ, ഗ്രേസ് പ്രൊവൈഡ് ഐഡൻറ്റിറ്റി. നമ്മൾ ആരാന്നുള്ളത്. നിങ്ങളാരാ? കൃപ ലഭിച്ചവരല്ലയോ? നിങ്ങളാരാ? യേശുവിൻ്റെ സ്നേഹം ലഭിച്ചവരല്ലയോ? നിങ്ങളാരാ? യേശുവിൻ്റെ പാപക്ഷമ കിട്ടിയവരല്ലയോ? യേശു നിങ്ങളെ സ്നേഹിക്കാൻ നോക്കുന്നതിൻ്റെ അപൂർണമായിട്ടുള്ള സ്നേഹം എപ്പോഴും ലഭിച്ചവരല്ലയോ? അതുകൊണ്ടല്ലയോ ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി മരിച്ചു. ഞാൻ മാത്രം ഈ ലോകത്തിൽ പാപിയായിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും വിശുദ്ധരായിരുന്നെങ്കിലും എനിക്ക് വേണ്ടി ക്രിസ്തു മരിച്ചേനെ. അത് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത ലഭിച്ച ഒരു വ്യക്തിയാണ്. ദാറ്റ്സ് മൈ ഐഡൻറ്റിറ്റി. 2ാമത്, ഗ്രേസ് ഈസ് പ്രൊഡക്റ്റീവ്. അങ്ങനെ ക്രിസ്തു എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു, കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്താൻ. സ്തോത്രം. ആരെന്ത് ചിന്തിച്ചാലും, ആരെന്ത് പറഞ്ഞാലും, ആര് നമ്മളെ എത്ര താത്ത് പറഞ്ഞാലും, ആ കൃപ ലഭിച്ചത് എൻ്റെ ഐഡൻറ്റിറ്റി ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആ കൃപയാൽ ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. That grace in me was not unproductive. പൗലോസ് പറഞ്ഞു, ഞാൻ മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ ഞാൻ അധ്വാനിച്ചു എന്ന് പറയും. സ്തോത്രം. ഒന്നും നോക്കാതെ, ഒന്നിനും വില കൊടുക്കാതെ കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്ത വ്യക്തിയാണ് അപ്പോസ്തലൻ പൗലോസ്. 3ാമത്, ഗ്രേസ് ലീഡ്സ് ടു ഹ്യൂമിലിറ്റി. ഇനിയും 10ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? ഇതെല്ലാം 10ാം വാക്യത്തിൽ നിന്നാണ് കേട്ടോ. ഒരു വാക്യത്തിൽ നിന്നാണ് 3 കാര്യങ്ങളും. പ്ലീസ് ഒന്നുകൂടെ 10ാം വാക്യം പ്ലീസ്. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. എന്നാൽ ഞാനല്ല. അപ്പം മറ്റുള്ളവരെക്കാട്ടിൽ കൂടുതൽ ഞാൻ അധ്വാനിച്ചു, എന്നാലും ആ അധ്വാനം പോലും ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയത്രേ. സ്തോത്രം. ഗ്രേസ് ലീഡ്സ് ടു ഹ്യൂമിലിറ്റി. കൃപ എന്ത് ചെയ്യുന്നു? താഴ്മ നമ്മളുണ്ടാക്കുന്നു. യഥാർത്ഥമായിട്ട് കൃപ ലഭിച്ച് ആ കൃപയിൽ ജീവിക്കുവാണെങ്കിൽ നമ്മളിൽ എന്ത് ചെയ്യും? താഴ്മയുണ്ടായിരിക്കും. ഞാനല്ല, ക്രിസ്തുവാണ്. നമ്മളെ ആരും പൊക്കി പറയാനോ പുകഴ്ത്താനോ എൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതായാലും ക്രിസ്തു അല്ലയോ നമ്മളെ രക്ഷിച്ചത്, നമ്മളെ നടത്തിയത്, നമ്മളെ നാളെയും കൊണ്ടുപോകാൻ പോകുന്ന ക്രിസ്തുവാണല്ലോ. അത് പൗലോസ് മനസ്സിലാക്കി. ഞാനല്ല, ക്രിസ്തുവാണ്. നിഗളിച്ചിട്ട് കാര്യമില്ല, വലിയ വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനല്ല, ക്രിസ്തു മാത്രമാണ്. ഒരു സഹോദരന് അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി ഒത്തിരി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഭയങ്കരം ഫോട്ടോഗ്രാഫി, വളരെ ടോപ്പ് നോച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ
അതിൻ്റെ ഡീറ്റെയിൽ പറയത്തില്ല, പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലാക്കുമായിരിക്കും. അതുപോലുള്ള ഹൈ ലെവലുള്ള ഞാനൊരു പ്രാവശ്യം അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അങ്ങ് വചനം പ്രസംഗിച്ചാൽ പോരായോ? എനിക്ക് അദ്ദേഹത്തോട് അങ്ങനൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് മാത്രം ഞാനത് പറഞ്ഞ ആരോടും അങ്ങനെ ആരും പറയാൻ നടന്നതൊന്നും പറയാറില്ല. എന്നാൽ ഇദ്ദേഹത്തിന് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഉണ്ട്, ഒരു റോൾസ് റോയ്സിന് മുമ്പേ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോ, ഭയങ്കര ഹൈ ലെവൽ പിക്ചേഴ്സൊക്കെ. നമ്മൾ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അപ്പം പറഞ്ഞു, അല്ല, ഇന്നത്തെ സമൂഹത്തെ നേടിയെടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. ഞാൻ പറഞ്ഞു, സോറി, എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള ശുശ്രൂഷ എനിക്കറിയത്തില്ല. നിങ്ങളെ ദൈവം അത് ഏൽപ്പിച്ചെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ എന്തോ പറയുന്നത്, എനിക്കത് അറിയത്തില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കിയത് പൗലോസ് പറഞ്ഞ പോലെ, ഐ പ്രീച്ച് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ക്രിസ്തുവിനെ അനുഗമിച്ച് ഞാൻ വലിയ ടോപ്പ് ലെവലിലായി എന്നുള്ള രീതിയിൽ അല്ല. കാരണം ക്രിസ്തുവും ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിച്ചത് ടോപ്പ് ലെവലിലോട്ടൊന്നും പോയില്ല. അനേക ആൾക്കാർ, ആയിരങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു രൂപാന്തരം വരുത്തി യേശു ക്രിസ്തു. ഭൂതങ്ങളെ പുറത്താക്കി, മുടന്തരെ, മരിച്ചവരെ ഉയർപ്പിച്ചു. ഭയങ്കര ശുശ്രൂഷ. അത് 2-3 പേരല്ല, ആയിരങ്ങൾ. എന്നാൽ യേശു ഹൈ ലെവലിലോട്ട് പോവാൻ, പണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഷെയർ ചെയ്തായിരുന്നു, യേശു അതിനെ എതിർത്തു. ഒരു പ്രാവശ്യം യേശു ചെയ്ത പ്രവൃത്തികൾ, പ്രത്യേകിച്ച് ഒരു കൊച്ചു പയ്യൻ്റെ ആഹാരം പൊതി എന്ന് പറയാം അല്ലേ, ഒരു കൊച്ചു പയ്യൻ്റെ പൊതി എടുത്തിട്ട് ആയിരങ്ങളെ പോഷിപ്പിച്ചു. എക്സ്ട്രാ ഫുഡ് ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം ജനങ്ങൾ വിചാരിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇദ്ദേഹത്തെ നമുക്ക് രാജാവാക്കിയേക്കാം. അങ്ങനെ ആകുമ്പം നമുക്കൊന്നും ജോലി ചെയ്യണ്ട, അദ്ദേഹം എല്ലാവരെയും നമ്മൾ വാ തുറന്ന് കൊടുത്താൽ മതി, നമ്മുടെ ആഹാരം ഇനി എത്തിക്കോളും. അങ്ങനെയുള്ള ചിന്ത ആയിരിക്കാം. അദ്ദേഹം യേശുവിനെ രാജാവാക്കാൻ വേണ്ടി അവർ തയ്യാറായി. ഇത് നല്ല പദവിയാണ്. ചിന്തിച്ചു നോക്കി. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച് കർത്താവിന് വേണ്ടി വിശ്വസ്തനായിട്ട് ഞാൻ നിന്നിട്ട് ഞാനൊരു രാജാവായി തീരുവാന്നോ? യേശു പറഞ്ഞു, വേണ്ട, ഞാൻ അതിനുവേണ്ടിയൊന്നും അല്ല വന്നത്. അതൊന്നും അല്ല എൻ്റെ ലക്ഷ്യം. എനിക്ക് രാജാവും ആവണ്ട, പൊസിഷനും വേണ്ട, സ്റ്റാറ്റസും വേണ്ട, ഇതൊന്നും വേണ്ട. യേശു പറഞ്ഞു, നിങ്ങൾ തരാൻ പോകുന്ന ഒന്നും എനിക്ക് വേണ്ട. കാരണം യേശു എപ്പോഴേ രാജാവാണ്. മനുഷ്യർ പിന്നെ രാജാവാക്കേണ്ട ആവശ്യമല്ല. ആ രാജാവിൻ്റെ മക്കളല്ലയോ നമ്മൾ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കളല്ലയോ? അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ തരാൻ പോകുന്ന പൊസിഷനോ മാന്യത വില കൊടുക്കാൻ പോകണ്ട. ഞാൻ പറഞ്ഞ പോലെ യേശു അതിനെ എതിർത്തു. യേശു വേണ്ടാന്ന് പറഞ്ഞു, അവിടുന്ന് പോയി. അവരുടെ ഇടയിൽ നിന്ന് യേശു രക്ഷപ്പെട്ട്. ആരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു? യേശുവിനെ മാനിക്കാൻ വന്നവരുടെ നിന്ന്, യേശുവിനെ പുകഴ്ത്താൻ, യേശുവിനെ രാജാവാക്കാൻ വന്നവരുടെ നിന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു. നിർജ്ജന പ്രദേശത്തോട്ടങ്ങ് പോയി, തൻ്റെ പിതാവിൻ്റെ കൂടെ പോയി സമയം ചെലവഴിക്കാൻ വേണ്ടി പോയി. നമ്മൾ നോക്കണം, നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള, നമ്മുടെ വിരൂപമായിട്ടുള്ള ചിന്തകൾ, മാനുഷികമായിട്ടുള്ള ചിന്തകൾ നമ്മൾ മാറ്റിവെച്ചേ പറ്റൂ. സ്തോത്രം. ഗ്രേസ് ലീഡ്സ് ടു ഹ്യൂമിലിറ്റി. ഇതിനു മുമ്പേ പറഞ്ഞത്, മറ്റുള്ളവരെക്കാട്ടിലും ഞാൻ അധ്വാനിച്ചു. അത് കേട്ടാൽ ഇച്ചിരി നീളമാണെന്ന് തോന്നും അല്ലേ? അദ്ദേഹത്തെ തന്നെ താരതമ്യപ്പെടുത്തുക മറ്റുള്ളവരുമായിട്ടൊന്നുള്ള കമ്പാരിസൺ. മറ്റുള്ളവരൊന്നും ചെയ്യാൻ ഞാനാ കൂടുതൽ, അങ്ങനെ നമ്മൾ ചിന്തിക്കും. എന്നാലും എനിക്ക് തോന്നുന്നില്ല അത് പ്രൈഡ് അല്ലായിരുന്നു. എന്തുകൊണ്ട്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചാലും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട്, ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് കൃപയാൽ മാത്രമാണ് എന്ന്. ഞാൻ പ്രവർത്തിച്ചത് ഞാനല്ല പ്രവർത്തിച്ചത്, കൃപയാൽ, കർത്താവ് എന്നിൽ തന്ന ആ കൃപയാലാണ് ഞാൻ പ്രവർത്തിച്ചതെന്ന് എടുത്തു പറയുവാണ്. ഒരു വാക്യോട് നമുക്ക് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ലൂക്കോസ് 7:10.
ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. അതല്ലല്ലോ, ലൂക്കോസ് 17:10 ഞാൻ എഴുതിയ തെറ്റാണോ? 17:10 ഒരു യേശു ഒരു ഉപമ പറഞ്ഞു. അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങൾ പറവിൻ. കണ്ടില്ലേ യേശു പറഞ്ഞു, കൽപ്പിച്ചതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടോ ഞാൻ ഇന്നൊക്കെ ചെയ്തു എന്നെടുത്ത് പറയാനില്ല. അങ്ങനല്ല, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടത് മാത്രം ഞാൻ ചെയ്തോളല്ലോ എന്ന് പറയണം എന്ന് യേശു ആ ഒരു കഥയെ കൂടെ, ആ ഒരു ഉപമയെ കൂടെ യേശു എടുത്ത് പറഞ്ഞു. സ്തോത്രം. 3 കാര്യം ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ സമയമെടുക്കാം. ഒന്നാമത്, ഗ്രേസ് പ്രൊവൈഡ്സ് ഐഡൻറ്റിറ്റി. കൃപ, യേശു ക്രിസ്തുവിൻ്റെ ആ കൃപ നമ്മുടെ വ്യക്തിത്വം. ഒരു നിമിഷം അത് നമ്മുടെ ഉള്ളിലോട്ടൊന്ന് സ്വീകരിക്കാമോ? ഞാൻ ആരാ? മറ്റുള്ളവർ ചോദ്യം ചെയ്ത് കാണും, നിങ്ങൾ എന്തു ആയിത്തീർന്നു? ഇതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചു, യേശുവിൻ്റെ പുറകെ ഇറങ്ങിപ്പോയി, നിങ്ങൾ എന്ത് ആയിത്തീർന്നു? എന്ത് പ്രയോജനമുണ്ടായി? എന്തെങ്കിലും എവിടെയെങ്കിലും എത്തിച്ചേർന്നോ എന്നൊക്കെ ചോദ്യങ്ങൾ കേട്ടുണ്ടായിരിക്കും. ഞാനും കേട്ടുണ്ട്. എൻ്റെ വ്യക്തിത്വം കൃപയാൽ മാത്രം. ഞാൻ കൃപ ലഭിച്ച വ്യക്തിയാണ്, യേശുവിൻ്റെ സ്നേഹം ലഭിച്ച വ്യക്തിയാണ്, യേശുവിൻ്റെ തന്ന ആ പാപക്ഷമ ലഭിച്ച വ്യക്തിയാണ്. ഞാൻ വലിയ ഗുണമുള്ള ആയതുകൊണ്ടല്ല, നല്ല കഴിവുള്ള വ്യക്തി ആയതുകൊണ്ടല്ല, എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിലെല്ലാം ശരിയായിട്ട് നിന്നുകൊണ്ടല്ല. സ്തോത്രം. വലിയ കുടുംബശ്രേഷ്ഠതയുള്ള ഇതൊന്നും അല്ല, കൃപ ലഭിച്ച വ്യക്തിയാണ്. സ്തോത്രം. ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആ ദൈവം എന്നെ സ്നേഹിച്ചു, കൃപയാൽ എന്നെ സ്നേഹിച്ചു. അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി, അതാണ് എൻ്റെ വ്യക്തിത്വം. രണ്ടാമത്, ഗ്രേസ് ഇസ് പ്രൊഡക്റ്റീവ്. ആ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ഐഡൻറ്റിറ്റി കൃപയാലാണെന്ന് മനസ്സിലാക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് ഒരു നാണവുമില്ല, ഒരു ലജ്ജയില്ല, ഒരു പ്രശ്നമില്ല. നമ്മൾ ഇറങ്ങാൻ തയ്യാറാകും, ഒരു വിഷയമില്ല. ഗ്രേസ് ഇസ് പ്രൊഡക്റ്റീവ്. കൃപയിലൂടെയാണ് നമ്മുടെ പ്രവൃത്തി. മൂന്നാമത്, ഗ്രേസ് ലീഡ്സ് ടു ഹ്യൂമിലിറ്റി. പ്രവർത്തിക്കണം, അധ്വാനിക്കണം, ഒത്തിരി പ്രവർത്തിക്കണം, നമ്മളാലാവുന്നത് ചെയ്യണം. എന്നാലും നമ്മളല്ല ചെയ്യുന്നത്, നമ്മളിലുള്ള കൃപ മാത്രം. ക്രിസ്തു നമ്മളിൽ തന്ന ആ കൃപയാണ് പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അപ്പം നമ്മൾ ചിന്തിക്കും, അപ്പോൾ ഒന്നും വേണ്ടായോ? ഇങ്ങനെ അങ്ങ് ജീവിച്ചങ്ങ് പോകാൻ വേണ്ടിയാണോ? അതെ, അങ്ങനെ തന്നെ ജീവിച്ച് പോകാനാ. ഒന്നും വേണ്ട, പ്രത്യേകിച്ച് ഈ ലോകത്തിലെ ഒന്നും വേണ്ട. അതിന് വില കൊടുക്കരുത്. സ്തോത്രം. വില കൊടുക്കരുത്. ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും എന്തെങ്കിലും എനിക്ക് നേടിയെടുക്കാം, വേണ്ട, നേടിയെടുക്കണ്ട. നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ സ്നേഹം ലഭിച്ചതുകൊണ്ട് എനിക്ക് നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞു. ഇനി എന്ത് നേടാൻ? ഒന്നുമില്ല. എല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് വയ്ക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.